ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയുന്ന നമ്മൾ, മുസ്ലിമിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്ന നമ്മൾ, നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്നോ അതിനകത്തുള്ളത് എന്താണെന്നോ നമുക്ക് ഒരു ധാരണയില്ല. ഹിന്ദു എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഹിന്ദു എന്ന് പറയുമ്പോഴേ നമ്മളുടെ വിചാരം ഹിന്ദു മതമാണെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കലൊരു പെൺകുട്ടി അബ്ദുൽ കലാം സാറിനോട് ചോദിച്ചു, അങ്ങ് വളരെ വലിയ സമാധാനത്തിന്റെ ദൈവദൂതനൊക്കെ ആയിട്ട് അറിയപ്പെടുന്നുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ആർ നോൺ ആസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. നിങ്ങളുടെ ദൈവത്തിന് എന്താ ആനയുടെ തല, നിങ്ങളുടെ ദേവിക്ക് എന്താ 8 കൈ? ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മളുടെ രാജ്യത്തിന്റെ പേരെന്ത് വേണമെന്ന്, അല്ലേ? ഇന്ത്യ വേണോ ഭാരതം വേണോ? ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ഹിന്ദുക്കളോട് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ പലർക്കും കൺഫ്യൂഷനായിരുന്നു. ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം ഇങ്ങനെയൊക്കെ പോകും, അല്ലെ? ശ്രീമദ് ഭാഗവതം, വേദം ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ കുറേയൊക്കെ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ കുറേ ആളുകളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും വേദമാണ് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം. പക്ഷെ ഒരു കാലഘട്ടം വരെ ഇങ്ങനെയല്ലായിരുന്നു. ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയുന്ന നമ്മൾ, മുസ്ലിമിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്ന നമ്മൾ, നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്നോ അതിനകത്തുള്ളത് എന്താണെന്നോ നമുക്ക് ഒരു ധാരണയില്ലായിരുന്നു. ഇന്നും പലരുടെയും വിചാരം വേദം എന്നാൽ പൂണൂലിട്ടവർക്കുള്ളതാണ്, എന്തോ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ചൊല്ലാനുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല. ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ആ സമൂഹത്തിന് മുഴുവനുള്ളതായിരിക്കണം, അല്ലേ? ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് എന്ന് പറയുമ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഹിന്ദു എന്ന് പറയുമ്പോഴേ നമ്മളുടെ വിചാരം ഹിന്ദു മതമാണെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. കുലാർണവ തന്ത്രത്തില് ഹിന്ദു എന്ന പദം നിർവചിച്ചിട്ടുണ്ട്. ഹിം എന്നാൽ ഹിംസ, ദൂ എന്നാൽ ദൂരെ. തന്ത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ കുലാർണവ തന്ത്രം. അപ്പൊ ഹിം എന്നാൽ ഹിംസ, ദൂ എന്നാൽ ദൂരെ. ഹിംസയിൽ നിന്നും അകന്നു നിൽക്കുന്നവരാരൊക്കെയോ അവരെല്ലാം ഹിന്ദുക്കളാണ്. അപ്പൊ ഇവിടെ ക്രിസ്ത്യാനി, മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അമേരിക്കയില് ജനിച്ചു വളർന്ന ഒരാളാണെങ്കിലും ഹിംസയിൽ നിന്ന് മാറി അഹിംസ അദ്ദേഹം പ്രായോഗികമാക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഹിന്ദുവാണ്. ഇതാണ് അർത്ഥം. ഇനി ഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗങ്ങളെ വെട്ടിക്കൊല്ലുക അങ്ങനെ മാത്രമല്ല, അനാവശ്യമായി ഒരാളെ നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കുന്നത് ഹിംസയാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, അനാവശ്യമായി എന്നാണ്, അല്ലെ? കരുത്ത് കാണിക്കേണ്ടടുത്ത് കരുത്ത് കാണിക്കണം. പക്ഷെ നമ്മുടെ പ്രശ്നം എവിടെയാണ് കരുത്ത് കാണിക്കേണ്ടത്, എവിടെയാണ് കരുത്ത് കാണിക്കേണ്ടാത്തതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ ചില ഭരണാധികാരികൾക്കും ഉണ്ടായതുകൊണ്ട് നമ്മൾ പലപ്പോഴും കരുണയും ക്ഷമയും ധൈര്യവും എല്ലാം മാറി മാറി ഉപയോഗിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരേ സമയം നമ്മൾ കാരുണ്യമുള്ളവരും കരുത്തുള്ളവരുമായിരിക്കണം. പൃഥ്വിരാജ് ചൗഹാൻ ഈ ഒരു കാര്യത്തില് അബദ്ധം പറ്റിയ ഒരാളാണ്. പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി ആക്രമിച്ചപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ തോൽപ്പിച്ചു. പക്ഷെ പ്രശ്നം എന്നാ പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ശത്രുവിനോട് ദയ തോന്നി. അങ്ങനെ ദയ തോന്നി വിട്ടയച്ചു. ഇവിടെ ആരോടാ തോന്നിയത് ദയ? ശത്രുവിനോട് ദയ തോന്നി. പിന്നീട് എന്ത് ചെയ്തു? എത്രയോ പ്രാവശ്യം മുഹമ്മദ് ഗോറി പൃഥ്വിരാജിനെ ആക്രമിച്ചു. അവസാനം പൃഥ്വിരാജിന്റെ സുഹൃത്തുമായി കൂട്ടുചേർന്ന് എന്ത് ചെയ്തു? പൃഥ്വിരാജിനെ തോൽപ്പിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്തു. ഇവിടെ എന്താണ് പറ്റിയത്? ആദ്യത്തെ പ്രാവശ്യം ആക്രമിക്കാൻ വന്നപ്പോൾ തന്നെ തീർക്കണമായിരുന്നു. ശരിയല്ലേ? ഈ ദയ, കാരുണ്യം അപ്ലൈ ചെയ്ത സ്ഥലം മാറിപ്പോയി. ഒരു രാജാവിന് കാരുണ്യവും ദയയും ആരോട് വേണം? സ്വന്തം പ്രജകളോടായിരുന്നു വേണ്ടത്. ശരിയല്ലേ? ശത്രുവിനോടല്ല. പാകിസ്ഥാൻകാരെ യുദ്ധം ചെയ്യാൻ വരുമ്പോൾ
ദൈവമേ അവനും വീട്ടിൽ മക്കളും ഭാര്യയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെ ഇരിക്കും അല്ലേ? രാജ്യതന്ത്രം എന്ന് പറയുന്നത് വേറെയാണ്. അത് വേറെ. ഓരോ ഭാഗത്ത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം. റിപ്പബ്ലിക് ഡേ പരേഡിന് നമ്മൾ എന്തിനാണ് ഈ വലിയ വണ്ടിയിൽ നമ്മുടെ ആയുധങ്ങൾ മുഴുവൻ ഡിസ്പ്ലേ ചെയ്യുന്നത്? നമ്മൾ ആരെയും അങ്ങോട്ട് ആക്രമിക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഉള്ള സൂചനയാ, ഇങ്ങോട്ട് വന്ന് നമ്മൾ പറയത്തില്ലേ ചൊറിയാൻ വന്നാൽ കിട്ടും. ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അബ്ദുൽ കലാം സാറ് അതാണ് പറയുന്നത്. ഒരിക്കലൊരു പെൺകുട്ടി അബ്ദുൽ കലാം സാറിനോട് ചോദിച്ചു, അങ്ങ് വളരെ വലിയ സമാധാനത്തിന്റെ ദൈവദൂതനൊക്കെ ആയിട്ട് അറിയപ്പെടുന്നുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ആർ നോൺ ആസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഈ പെൺകുട്ടിയോട് ചോദിച്ചു, മോള് വഴി കൂടെ നടക്കുന്ന സമയത്ത് മോളുടെ ഒരു കൂട്ടുകാരിയെ ഒരു കരുത്തനായിട്ടുള്ള ഒരു വ്യക്തി ആക്രമിക്കുന്നു എന്ന് വിചാരിക്കുക, മോൾ എന്ത് ചെയ്യും? അപ്പൊ പറഞ്ഞു, അത്രയും ശക്തനായിട്ടുള്ള ഒരാളല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അബ്ദുൽ കലാം സാറ് ചോദിച്ചു, ആക്രമിക്കപ്പെട്ട കുട്ടിക്കോ നിനക്കോ കരുത്തുണ്ടായിരുന്നെങ്കിൽ ഒന്നിവൻ ആക്രമിക്കുന്നത് ഒന്ന് ആലോചിക്കും അല്ലേ? ഒന്നവൻ ആലോചിക്കും ആക്രമിക്കാവുന്നു, ഇല്ലെങ്കിൽ നിനക്ക് രക്ഷ നേടാമായിരുന്നു കരുത്തുണ്ടായിരുന്നെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ആരെ ആക്രമിക്കാനല്ല, ഇങ്ങോട്ട് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അഹിംസ എല്ലാവരുടെത്തും ഉപയോഗിക്കാവുന്നതല്ല. ഗാന്ധിജിയോട് ഇത് സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്, അഹിംസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപദേശിച്ചു കൊടുക്കരുത്. കാരണം എന്തുകൊണ്ടാ? വളരെ വീക്കായിട്ടുള്ള ഒരാള് അഹിംസ അയാൾക്ക് ഉപദേശിച്ചാൽ അയാൾ എന്ത് ചെയ്യും? അയാളുടെ ധൈര്യമില്ലായ്മ അഹിംസ എന്ന് പറയുന്ന ഒരു കവചത്തില് അദ്ദേഹം നിർത്തും. എന്നിട്ട് അദ്ദേഹം പറയും, ധൈര്യമില്ലാഞ്ഞിട്ടാണ്, റിയാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ അദ്ദേഹം പറയും ഞാൻ അഹിംസ പാലിക്കുന്നോണ്ടാണ്. ധൈര്യമുള്ളവനോട് മാത്രമേ അഹിംസ ഉപദേശിച്ചു കൊടുക്കാവൂ. നേരെ മറിച്ച് ശിവജി എന്താ ചെയ്ത? മഹാനായിട്ടുള്ള ശിവജി മുഗളന്മാരെ പോലും വെട്ടിയരിഞ്ഞ ആ സിംഹപരാക്രമിയായിട്ടുള്ള ശിവജി ഒറ്റ പ്രാവശ്യമേ ശത്രുവിന് ചാൻസ് കൊടുത്തിട്ടുള്ളൂ, വെട്ടി നിരത്തിയിട്ടേ വിട്ടിട്ടുള്ളൂ. പിന്നെ അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. കാരണം ഗുരു ചാണക്യൻ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യണം. ഗുരു ഒരു ദിവസം ചാണക്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ മട്ടുപ്പാവിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രഗുപ്തൻ. അപ്പോ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹം ഒന്ന് നിന്നിട്ട് നമ്മുടെ ശകുന്തളയൊക്കെ കാല് വെക്കുന്നത് പോലെ പൊക്കിയിട്ട് കാലിൽ നിന്ന് എന്തോ വലിച്ചെടുത്തു. എന്നിട്ട് നോക്കി അത് താഴെ ഇട്ടു. സഞ്ചിയിൽ നിന്ന് ഒരു കുപ്പി എടുത്തു, അതിൽ നിന്നുള്ള ഒരു ദ്രാവകം താഴെ ഒഴിച്ചു. ഇത് മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശിഷ്യൻ രാജാവ് ചന്ദ്രഗുപ്തൻ. നേരെ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അങ്ങ് എന്താണ് ആ കാണിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കാലില് ഒരു മുള്ളു കൊണ്ടു, ഇനി വരുന്ന ആരുടെ ആണെങ്കിൽ കാലിൽ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ കൊള്ളു. ഞാൻ ഒരു മധുരം നിറഞ്ഞ ഒരു ദ്രാവകം ഒഴിച്ചതാണ്. അപ്പൊ എന്ത് ചെയ്യും? മധുരം നിറഞ്ഞ ദ്രാവകം ആയതുകൊണ്ട് അവിടെ ഉറുമ്പ് വരും. ഉറുമ്പ് വന്ന് വേരോടെ ഇല്ലാതെയാക്കും. ഇത് നമുക്കുള്ള ഉപദേശമല്ല, രാജാവിനുള്ള ഉപദേശമാണ്. ശത്രുവിനെ എങ്ങനെ ഇല്ലാതെയാക്കണം. നമ്മളുടെ ഒരു പ്രശ്നം ഇത് കൃത്യമായിട്ട് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് അറിവുണ്ടെങ്കിലോ നമുക്ക് പിന്നെ വല്ല പ്രശ്നമുണ്ടോ? കൃത്യമായ ധാരണ വന്നു. അറിവുണ്ടെങ്കിൽ ഒരുത്തന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളോട് വന്ന് ചോദിക്കുക, നിങ്ങളുടെ ദൈവത്തിന് എന്താ ആനയുടെ തല, നിങ്ങളുടെ ദേവിക്ക് എന്താ 8 കൈ? നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ നമ്മൾ ചഞ്ചലപ്പെടുമോ? നമുക്ക് വല്ല കുലുക്കം വരുമോ? മറുകണ്ഠം ചാടേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ എല്ലാത്തിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അറിവിനാണ്. അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം വേദമായത്. വേദത്തിന്റെ സാമാന്യ അർത്ഥം എന്താണ്? അറിവെന്നാണ്. വളരെ സാമാന്യമായിട്ടുള്ള അർത്ഥം അറിവാണ്. നമുക്ക് സനാതന ധർമ്മത്തിൽ വേണ്ടത് എന്താണ്? അറിവാണ്. ആ അറിവ്, എല്ലാ തരത്തിലുള്ള അറിവും നമ്മളുടെ വേദത്തിലുണ്ട്. ഇനി ഇത് തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മളുടെ രാജ്യത്തിന്റെ പേരെന്ത് വേണമെന്ന് അല്ലേ?
ഇന്ത്യ വേണോ ഭാരതം വേണോ? ഭാരതം എന്നുള്ള പേര് എങ്ങനെ വന്നു? പലതരത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന്, ഭ എന്നാൽ ഭാവം, രാ എന്നാൽ രാഗം, ത എന്നാൽ താളം. ഭാവരാഗ താള സമന്വയം ഭാരതം. രണ്ട്, ഭ എന്നാൽ ഭഗവാൻ, ഭഗവാനോട് രതിയുള്ള, സ്നേഹമുള്ള, പ്രേമമുള്ള രാഷ്ട്രം. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്, ആദിശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ, ഭ എന്നാൽ പ്രകാശം, പ്രകാശത്തിൽ രമിക്കുന്ന, ജ്വലിക്കുന്ന രാഷ്ട്രം. അപ്പൊ ഏറ്റവും വലിയ പ്രകാശം എന്താണെന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട്. ഏറ്റവും വലിയ പ്രകാശം എന്താണ്? അറിവാണ്. നമ്മൾ പറയത്തില്ലേ, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ. പിന്നെ നമ്മൾ തന്നെ പറയത്തില്ല, ഇപ്പോഴാ തലേ വെളിച്ചം വീണ് എന്നൊക്കെ പറയത്തില്ലേ. തലേ വെളിച്ചം വീണു എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? ഇച്ചിരി ബോധമൊക്കെ നമുക്ക് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യർ പറയുന്നു, ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ്. ഇനി എങ്ങനെ പേര് വന്നു? ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ ജഡഭരതന്റെ കഥയൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനായ ഭരതൻ ഭരിച്ചതുകൊണ്ട് ഭാരതം. പക്ഷെ ഇതിനു മുമ്പ് നമ്മളുടെ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നല്ലായിരുന്നോ? അതെ. അതിന് കാരണം എന്താണെന്ന് വെച്ചാല്, ഭാരതം അന്ന് വിശ്വഗുരു ആയിരുന്നു അറിവിന്റെ കാര്യത്തിൽ. എത്രയോ ദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനായി വരുമായിരുന്നു. പഠിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ സംസ്കാരം മാത്രം പഠിക്കാനല്ല, ഏത് ദേശത്തെ സംസ്കാരം പഠിക്കാനും നമ്മുടെ രാജ്യത്തിൽ വരുമായിരുന്നു. അത് പഠിപ്പിക്കാൻ തക്ക ഗുരുക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അറിവിന്റെ കാര്യത്തിൽ വിശ്വഗുരു ആയിരുന്നു ഭാരതം. അറിവിന്റെ ദേവി ആരാണ്? സരസ്വതി ദേവി അല്ലേ. നമ്മൾ സരസ്വതി ക്ഷേത്രക്ക് എന്നൊക്കെ പറയില്ലേ. സരസ്വതി ദേവിയുടെ മറ്റൊരു പേരാണ് ഭാരതി. അതുകൊണ്ടാണ് നമ്മളുടെ രാജ്യത്തിന് അനാദികാലം തൊട്ട് ഭാരതം എന്ന പേര് വന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് അറിവിന്റെ ക്ഷേത്രം വിശ്വഗുരുവായിരുന്നു എല്ലാ കാലത്തും ഭാരതം. അപ്പൊ ആ സരസ്വതി ദേവി വിളയാടുന്ന സ്ഥലമായതുകൊണ്ടാണ് ഭാരതം എന്ന പേര് വന്നത്. അങ്ങനെ നോക്കുമ്പോഴും നമ്മളുടെ സംസ്കാരം, നമ്മളുടെ രാജ്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്തിനാണ്? അറിവിനാണ്. അപ്പൊ ഏറ്റവും പ്രധാനം നമ്മൾ പറയുന്നതാണ്, വിദ്യാദാനം സർവധനാൽ പ്രധാനം എന്നൊക്കെ പറയത്തില്ലേ. നമ്മൾ ആഹാരം കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ വിശക്കും. പക്ഷെ വിദ്യ കൊടുത്താൽ അത് എത്രയോ തലമുറയ്ക്കാണ് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക. ഇനി മനുഷ്യന് ഈ അറിവ് കൊണ്ടുള്ള പ്രത്യേകത എന്താണ്? അതൊന്ന് നമുക്ക് നോക്കാം. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ നോക്കിയാൽ ആരാണ് ശരിക്കും മുന്നിൽ നിൽക്കുന്ന വർഗം? മനുഷ്യൻ, മൃഗങ്ങൾ, പക്ഷികൾ. നമ്മൾ പറയും, നമ്മുടെ ഋഷീശ്വരന്മാരും പറയും, ഇവരെക്കാളും ഒക്കെ കേമന്മാര് നമ്മളാണ്, മനുഷ്യന്മാരാണ്. പക്ഷെ ഒന്ന് നോക്കിയാൽ നമുക്ക് പറക്കാൻ പറ്റില്ല. നമ്മളെക്കാളും കേൾവി ശക്തിയുള്ള ജീവികളുണ്ട്, നമ്മളെക്കാളും സ്പീഡിൽ ഓടാൻ പറ്റുന്നുണ്ട്, നമ്മളെക്കാളും നീന്താൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയുക നമ്മളാണ് കേമന്മാർ. ഒന്നും ഈ മൃഗങ്ങളൊന്നും നമ്മൾ എഴുതിയ പുസ്തകമൊന്നും വായിച്ചു നോക്കത്തില്ല, ഇവര് നമ്മളെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ടാണോ നമ്മൾ പറയുന്നത് നിങ്ങളെക്കാളും ഒക്കെ നമ്മളാണ് കേമന്മാരെന്ന്? അങ്ങനെയല്ല. ബ്രഹ്മാവ് സൃഷ്ടിച്ചു വിട്ടപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം കൂടുതലായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താണ് വിട്ടത്. അപ്പൊ നമ്മള് നാടൻ ഭാഷയിൽ പറയും, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ അല്ലെ. അപ്പൊ നമുക്കൊരു എല്ലാരെക്കാട്ടും കൂടുതൽ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? അതറിയണം അല്ലെ. ഇപ്പൊ ഞാൻ കോളേജിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ മാർക്കറ്റിംഗ്, സെയിൽസ്, ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വർടൈസിങ് ടെക്നിക്, സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെ വേണം, ഇതൊക്കെയാണ് കോളേജിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അഡ്വർടൈസ്മെന്റ് എങ്ങനെ കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, നിങ്ങളുടെ കോമ്പറ്റീറ്ററിന്റെ പ്രോഡക്റ്റിനേക്കാൾ നമ്മളുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു ഗുണം കൂടുതലുണ്ടെങ്കിൽ അത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചു വേണം അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ അല്ലേ. നമ്മൾ മൊബൈൽ മേടിക്കുമ്പോഴൊക്കെ അങ്ങനെയല്ലേ, ഈ മൊബൈലിനെക്കാട്ട് ഇതിന് എന്താ കൂടുതലുള്ളത്, ഇതിന് ഈ ഫീച്ചർ കൂടുതലുണ്ട് അല്ലേ, നമ്മളങ്ങനെ നോക്കും. അപ്പോ മൃഗങ്ങളെ നോക്കുമ്പോൾ മനുഷ്യൻ എന്താണ് കൂടുതലായിട്ടുള്ളത്? എന്തുകൊണ്ട് മനുഷ്യൻ വളരെ വ്യത്യസ്തനായ, ഇവരെക്കാളും ഉയർന്ന ജീവിയാണ് എന്ന് പറയുന്നു? അതിന് കാരണം മനുഷ്യന് വിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതും എന്താണ്? ബുദ്ധി, അറിവ്. കണ്ടോ, ബുദ്ധി അറിവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇരിക്കുന്നത്. ഇനി ഈ വിശേഷ ബുദ്ധി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നോക്കുക, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നട്ടെല്ല് പൂർണ്ണമായിട്ട് നിവർത്തി നടക്കുന്ന ഒരേ ഒരു വർഗം
നമ്മൾ മാത്രമാണ്. പൂർണ്ണമായിട്ട് സംസാരിക്കുന്ന വർഗവും നമ്മൾ മാത്രമാണ്. ആന ചിഹ്നം വിളിക്കുന്നു, ആന സംസാരിക്കുന്നു എന്നല്ലല്ലോ നമ്മൾ പറയുക. ഓരോന്നും അങ്ങനെയാണ്. മാത്രമല്ല, മൃഗങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകത കണ്ടിട്ടുണ്ടോ? ഹൊറിസോണ്ടൽ ആയിട്ടാണ് അവ നടക്കുന്നത്. ഭൂമിക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏകദേശം എല്ലാ അവയവത്തിലേക്കും തുല്യമാണ്. തല, ഉടല്, വാല്, വയറ് എല്ലാം ഒന്നാണ്. നമ്മുടെയോ? ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്ന് നിൽക്കുന്നത് എന്താ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏറ്റവും കുറവുള്ളത് എന്താണ്? തല. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ളത് കാല്. അപ്പൊ നമ്മളുടെ ഋഷിമാര് പറയുന്നു, നമ്മളുടെ ശരീരത്തിന്റെ ഓർഡർ അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ അവയവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ. അതായത് ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് തലയ്ക്കാണ്. നിങ്ങൾ അംഗന്യാസ കരന്യാസം ഒക്കെ ചൊല്ലുന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ഋഷിയുടെ സ്ഥാനം എവിടെ? ശിരസിലാണ് കൊടുക്കുക, അല്ലേ? നമ്മള് കരന്യാസം തൊട്ട് ചൊല്ലുമ്പോൾ ഋഷിയുടെ സ്ഥാനം ശിരസിലാണ്. ഋഷയോ സത്യദ്രഷ്ടാര, സത്യത്തെ ദർശിച്ചവർ, ജ്ഞാനത്തെ ദർശിച്ചവർ, ബ്രഹ്മജ്ഞാനമുള്ളവർ എന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും അൾട്ടിമേറ്റ് പ്രാധാന്യം. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ സ്ഥാനം കൊടുക്കാൻ, ഹൃദയത്തിന് സ്ഥാനം കൊടുക്കാൻ. ശരിയല്ലേ? ബുദ്ധി ഉപയോഗിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, അല്ലേ? കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ഡോക്ടർ ആത്മഹത്യ ചെയ്തില്ലേ? എന്തുകൊണ്ട് പറ്റി, അല്ലേ? തെരഞ്ഞെടുത്തത് തെറ്റിപ്പോയി. ഇത് പക്ഷേ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമ്മളുടെ ഈ ശാസ്ത്രത്തിന് പുനരുക്തി ദോഷമില്ല. എത്ര വേണമെങ്കിലും ആവർത്തിച്ച് പറയും. ഈ ബുദ്ധി ഉപയോഗിച്ച് വേണം നമ്മൾ സ്നേഹിക്കാൻ. എല്ലാവരെയും സ്നേഹിക്കാം, പക്ഷെ എല്ലാവരെയും ഒരേപോലെ അടുപ്പിക്കാൻ പറ്റുമോ നമ്മുടെ അടുക്കലേക്ക്? ആ ഡിസ്റ്റൻസ് നമ്മൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇതെവിടെയാണ്? ഈ വേദങ്ങളിലുള്ള ആശയങ്ങൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കും ഇതൊക്കെ സംസ്കൃതത്തിൽ കൊണ്ട് എഴുതി വെച്ചിരിക്കുക, എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഇത് അന്നത്തെ കാലത്ത് ആദ്യം ഇത് വാമൊഴിയായിട്ടായിരുന്നു, പിന്നെ വരമൊഴിയായി. വരമൊഴിയായ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരുന്ന ഭാഷ സംസ്കൃതമായിരുന്നു. അതുകൊണ്ടാണ് അതിൽ എഴുതിയത്. നമ്മളാണ് അതിനെ മറന്നത്. പക്ഷേ വേദത്തിലുള്ള ആശയങ്ങളെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. കാരണം എന്താ? വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവിനൊരു പരിധിയുള്ളൂ. എന്തുമാത്രം കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പൊ അതിനെ മുഴുവൻ വിസ്തരിച്ചു കൊടുക്കാൻ സ്ഥലമില്ല. അപ്പൊ അതെല്ലാം ഷോർട്ട് നോട്ടായിട്ടാണ്. അപ്പൊ ഷോർട്ട് നോട്ടായാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അതിനെ ആരെങ്കിലും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. ഈ വേദത്തിലെ ആശയങ്ങളെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നവയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും. ഞങ്ങളോടൊക്കെ ആചാര്യന്മാർ പറയും, പ്രഭാഷണത്തിന് പോകുമ്പോൾ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിഹാസത്തെയും പുരാണത്തെയും വ്യാഖ്യാനിക്കാം. അപ്പൊ പുരാണവും ഇതിഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദത്തിലെ ആശയങ്ങളെ വിസ്തരിച്ചിരിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. വേദത്തില് സത്യമേവ ജയതേ എന്ന് പറയുന്ന ഒരു ആശയം, അല്ലെങ്കിൽ സത്യം വദ. സത്യം വദ എന്ന് പറയുന്ന ഒരു ആശയം, അതിന്റെ അർത്ഥം എന്താ? സത്യം മാത്രം പറയുക. നമുക്ക് സംശയം തോന്നും, എത്രമാത്രം സത്യശീലനായിരിക്കണം, എത്രമാത്രം സത്യം പറയണം. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരൊറ്റ ആശയം മനസ്സിലാക്കാൻ സ്കന്ദ പുരാണത്തില് 50 അധ്യായങ്ങളില് ഹരിശ്ചന്ദ്ര ചരിതം പറഞ്ഞു. ഇതിപ്പോ ഒരു സത്യവാനുണ്ടോ? ഇല്ല. 50 സത്യം വധ എന്നുള്ള ഒറ്റ ആശയം പുരാണം എത്ര വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സ്കന്ദ പുരാണത്തില് 50 അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് ഇതിഹാസങ്ങൾ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ബുദ്ധി ഉപയോഗിച്ച് സ്നേഹിക്കണം. ഇത് ആൾക്കാരെ തിരിച്ചറിയണം. ഈ ഒരു അബദ്ധം സീതാദേവിക്ക് പറ്റി. അതെങ്ങനെയെന്ന് പറയുന്നുണ്ട്. രാവണൻ എങ്ങനെയാ സീതാദേവിയുടെ മുന്നിൽ വന്നത്? സന്യാസിയായിട്ടാണ്, അല്ലെ? എല്ലാ കള്ളന്മാരും ആദ്യം വരുന്നത് സാത്വിക ഭാവത്തിലായിരിക്കും, ഒരു സംശയവും വേണ്ട. ശൂർപ്പണഖ എങ്ങനെയാ വന്നേ? സുന്ദരിയായിട്ടല്ലേ. മാരീചൻ എങ്ങനെയാ വന്നേ? പൊന്മാനായിട്ടാണ്. നമുക്കിത് തിരിച്ചറിയാനുള്ള ബുദ്ധി വേണം. അപ്പൊ ഇവിടെ സീതാദേവിക്ക് എന്ത് പറ്റി? നല്ല സന്യാസിയായിട്ടൊക്കെ വന്നു, നല്ല വർത്തമാനമൊക്കെ പറഞ്ഞു. സീതാദേവി വിശ്വസിച്ചു. അവിടെ വാൽമീകി മഹർഷി പറയുകയാണ്, സീതാദേവിക്ക് എന്ത് തെറ്റുപറ്റി? പക്ഷെ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കുട്ടികളോ നമ്മളോ പറയുന്നത് എന്താ? ഈ ത്രേതായുഗത്തിൽ സംഭവിച്ച ചരിത്രം ഏതോ കാട്ടിലും ഗുഹയിലും ഒക്കെ എഴുതിയത്, whether it is applicable in this modern new gen world.